വെള്ളത്തിൽ നിന്ന് ഉയർന്നു ചാടി ഇലകളിൽ മുട്ടയിടുന്ന മത്സ്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലെബിയാസിനിയുടെ കുടുംബത്തിൽപ്പെട്ട സ്പ്ലാഷ് ഡേഡ്രെ മത്സ്യത്തിൻ്റെ പ്രത്യുൽപാദന രീതി ഇങ്ങനെയാണ്. പ്രജനനകാലത്ത് ആൺമത്സ്യങ്ങൾ വെള്ളത്തിലേക്ക് ചാഞ്ഞുകിടക്കുന്ന ഇലകളിലുള്ള അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുത്ത് പെൺമത്സ്യത്തെ അങ്ങോട്ട് ആകർഷിക്കുന്നു. തുടർന്ന് രണ്ട് മത്സ്യങ്ങളും വെള്ളത്തിൽ നിന്ന് ഒരുമിച്ച് ഉയർന്നു ചാടി 10 സെക്കൻഡ് സമയം വരെ ഇലയിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നു. ഈ സമയം കൊണ്ട് പെൺമത്സ്യം 6 മുതൽ 10 വരെ മുട്ടകളിടും. ഇങ്ങനെ പല തവണ ചാടി 100 മുതൽ 200 വരെ മുട്ടകളിടുന്നു. ഈ മുട്ടകൾ നനവുള്ളതായി നിലനിർത്താൻ ആൺമത്സ്യങ്ങൾ മണിക്കൂറിൽ 40ഓളം തവണ വെള്ളം തെറിപ്പിക്കുന്നു. 3 ദിവസങ്ങൾക്ക് അകം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ വീഴുകയും ചെയ്യും. ഉഷ്ണമേഖലകളിലോ ശുദ്ധജല നദീതടങ്ങളിലും അരുവികളിലും ചതുപ്പുനിലകളിലും കാണപ്പെടാറുള്ള ഇവയുടെ പ്രധാന ഭക്ഷണം ജലോപരിതലത്തിൽ വീഴുന്ന പുഴുക്കളും ചെറുപ്രാണികളുമാണ്.